ആണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ മെത്തേഡ്സും എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കൺട്രോളബിൾ കനോണിക്കൽ ഫോം. കൺട്രോളബിൾ കനോണിക്കൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തേർഡ് ഓർഡർ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ തേർഡ് ഓർഡർ സിസ്റ്റം നോക്കാം. അപ്പോൾ ഈ തേർഡ് ഓർഡർ സിസ്റ്റത്തിന് നമ്മൾ ഓൾറെഡി എന്താ ചെയ്യുക, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് W(s) വേറൊരു ഫംഗ്ഷൻ വെച്ചിട്ട് രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ നോക്കൂ. ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലേ കിട്ടുന്നത്. ഔട്ട്പുട്ട് Y(s) ആൻഡ് ഇൻപുട്ട് R(s). ദ റേഷ്യോ നിങ്ങൾ നോക്കിയേ. ദ റേഷ്യോ നോക്കുമ്പോൾ എന്താ കിട്ടുക അല്ലേ? ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ B2s² + B1s + B0 ഡിവൈഡഡ് ബൈ S³ + A2s² + A1s + A0 എന്ന് തന്നെ കിട്ടുന്നില്ലേ? അതായത് ഈ ഓൾറെഡി തന്നിരിക്കുന്ന ഈ തേർഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനെ നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് 1/ഡിനോമിനേറ്റർ എന്നുള്ള രണ്ട് ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇടയിൽ വരുന്ന വേരിയബിളിനെ W(s) എന്നായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് W(s/R(s) എന്ന് പറയുന്ന ഒരു ടേമും Y(s/W(s) എന്ന് പറയുന്ന രണ്ട് ടേമും കിട്ടും. ഈ രണ്ട് ടേമിനെ നമ്മൾ സെപ്പറേറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് മോഡല് ഡിറൈവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കൂ. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ സ്റ്റേറ്റ് ഡയഗ്രം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ സൂം ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ കോൾ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് സൂമിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടത് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനും തന്നിട്ടുണ്ട്. നേരത്തെ മെത്തേഡ് കമ്പൈൻ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാം. ഐ വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴുള്ള പരിമിതികൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ നിൽക്കാത്ത. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്താ മെത്തേഡ്സ് മാത്രം പറഞ്ഞിട്ട് പോവാം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവബിൾ കനോണിക്കൽ ഫോം. ഒബ്സർവബിൾ കനോണിക്കൽ ഫോമിൽ നേരത്തെ പോലെ തന്നെ ഒരു തേർഡ് ഓർഡർ സിസ്റ്റം നമുക്ക് തന്നു. ആ തേർഡ് ഓർഡർ സിസ്റ്റത്തിന് ഇവിടെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും W(s) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. R(s) ഇൻറ്റു ന്യൂമറേറ്റർ Y(s) ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് യൂസിങ് ദ സിമ്പിൾ D = dB. അപ്പോൾ ഇൻവേഴ്സ് എടുത്തു. ഇൻവേഴ്സ് എടുക്കുമ്പം S³ ടേം S³ ഇൻറ്റു Y(s) എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? 3 ഡോട്ട്സ് ഉണ്ടാവും അല്ലേ? S² ആണെങ്കിൽ 2 ഡോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ 3 ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ഡെറിവേറ്റീവ് എന്നല്ലേ? അപ്പോൾ ആ തേർഡ് ഡെറിവേറ്റീവ് എന്നുള്ളത് നമ്മൾ എന്തെടുക്കുന്നു? D³. അപ്പോൾ S³ ഇൻറ്റു Y(s) എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എഴുതുക എങ്ങനെയാണ്? Y∼ഡോട്ട് എന്നുള്ളതിന് പകരം ഇവിടെ എന്തെഴുതുന്നു? D³ ഇൻറ്റു Y. ഓക്കെ അല്ലേ? അപ്പോൾ D³ ഇൻറ്റു Y ദെൻ A2D² + A1D + A0 ടോട്ടൽ ഇൻറ്റു Y ഈസ് ഈക്വൽ ടു അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും എഴുതി. എന്നിട്ട് ഇതിൽ നമ്മൾ D³ ഇൻറ്റു Yനെ മാത്രം ഒരു സ്ഥലത്ത് നിർത്തി ബാക്കി ഈ ടേംസിനെ റൈറ്റ് സൈഡിൽ തന്നെ വെച്ചു. ബാക്കി ടേംസിനൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു യൂസിങ് ദ മൈനസ് സൈൻ. ഓക്കെ അല്ലേ? റീഅറേഞ്ച് ചെയ്ത് നോക്കൂ, കിട്ടും. ഇവിടെ നിന്ന് വീണ്ടും Yനെ ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? D³ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ D² ഡിവൈഡഡ് ബൈ D³ വിൽ ഗീവ് D⁻⁻1. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതേപോലെ ടേംസ് ചെയ്തു. ഇനിയും ഇവിടെ നമുക്ക് എന്താണ്? തേർഡ് ഓർഡർ സിസ്റ്റം ആണ്. നമുക്കറിയാം 3 സ്റ്റേറ്റ് വേരിയബിൾസ് ഉള്ളതെന്നറിയാം. 3 സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ എടുത്തു. x1, x2, x3. പക്ഷേ നേരത്തെ പോലെ ഫേസ് വേരിയബിൾ ആയിട്ടല്ല x1 = x2 = x1 ഡോട്ട് x3 = x2 ഡോട്ട് അങ്ങനെയല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് x1 എന്നുള്ള വേരിയബിൾ അവിടുത്തെ പോലെ തന്നെ സിസ്റ്റം വേരിയബിളായിട്ട് അസൈൻ ചെയ്യുന്നു. ബാക്കി x2, x3 എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ നമ്മൾ x1 എഴുതി. x1 = y. ഓൾറെഡി Yൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ Y = എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇക്വേഷൻ നേരെ അങ്ങനെ എഴുതി. അപ്പോൾ അവിടെ Y എന്നുള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? x1 എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ വീണ്ടും x1 ഡോട്ട് നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷനിൽ എഴുതേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ല വേണ്ടത്. അപ്പോൾ x1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് എഴുതണം? x1ൻ്റെ ഡോട്ട് കാണണം. അപ്പോൾ x1ൻ്റെ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ D⁻⁻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടും. D⁻⁻2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു D പോയിട്ട് ബാക്കി എന്ത് ചെയ്ത്? D⁻⁻1 ആയി. D⁻⁻3 ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്തായി? D⁻⁻2 ആയി. ഇതുപോലെ ടേംസ് വന്നു. അപ്പോൾ ഇതുപോലെ ടേംസ് വന്നപ്പോൾ ഇനി ഡിഫറൻഷ്യൽ ഉള്ള പോർഷൻ ഇല്ലേ? ഇത്രയല്ലേ ഇവിടെ D⁻⁻1 ഡിഫറൻഷ്യൽ D⁻⁻2 എന്ന് പറയുന്ന ഈ പോർഷൻ ഇല്ലേ? ഈ പോർഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അടുത്ത വേരിയബിൾ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് വേരിയബിൾ നമ്മൾ Y ആയിട്ട് തന്നെ എടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്തു. അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്ത സമയത്ത് അവിടെ 3 ടേംസ് ഉണ്ടായിരുന്നു. 3 ടേംസിൽ ഫസ്റ്റ് നമുക്ക് അതിലെ ഡെറിവേറ്റീവ് ഫോം പോയി. അപ്പോൾ അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി ഉള്ള ടേമിനെ നമ്മൾ x2 എന്നായിട്ട് അസൈൻ ചെയ്തു. അപ്പോൾ വീണ്ടും x2 ഇനി നമുക്ക് എന്ത് ചെയ്യാം?
അപ്പോൾ ഈ നേരത്തെ എഴുതിയ x1 ഡോട്ടിൽ നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു ടേം പ്ലസ് x2 എന്ന് എഴുതാം. ഓക്കെ, അതല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ x1 ഡോട്ടായി. ഇപ്പോൾ നോക്കുക, x1 ഡോട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ദ സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ് മോഡലിൻ്റെ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ x2 വേണം. അപ്പോൾ x2 ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡിഫറൻഷ്യൽ പോകും. അപ്പോൾ ഈ ടേം പോയതിന് ശേഷം ബാക്കി ഇവിടെ d⁻⁻1 b0r - a0x1 എന്ന് മാത്രം ഉണ്ടാവും. ഇത് നോക്കിയേ, ഇവിടെ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, x3 എന്നായിട്ട് എടുത്തു. അപ്പോൾ x2 ഡോട്ട് എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം, ദിസ് ടേം പ്ലസ് x3 എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം x3 ദെൻ x3 ഡോട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ x1 ഡോട്ട് കിട്ടി, x2 ഡോട്ട് കിട്ടി, x3 ഡോട്ട് കിട്ടി. നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. മാട്രിക്സ് ഫോമിൽ റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, അതേപോലെ y = x1 നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവബിൾ കനോണിക്കൽ ഫോം. ഒബ്സർവബിൾ കനോണിക്കൽ ഫോമിൻ്റെ പ്രത്യേകത നോക്കൂ. വാട്ട് അബൌട്ട് ദ സിസ്റ്റം മെട്രിക്സ് അവിടെ കൺട്രോളബിൾ കനോണിക്കൽ ഫോമിൽ ദ ലാസ്റ്റ് റോ വാസ് ദ മൈനസ് ഓഫ് ദ കോഎഫിഷ്യൻസ്. But here the first column is the minus of the coefficients and upper of diagonal elements are 1. Okay, and in the controllable canonical form the last element was 1, the rest of the elements are 0, but here the coefficients in the denominator. Okay, then y only the first element is 1, rest of the elements are 0. ഓക്കെ, അത് നോക്കിയിട്ട് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. സ്റ്റേറ്റ് ഡയഗ്രാം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം വെക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഒബ്സർവബിൾ കനോണിക്കൽ ഫോം നോക്കി, കൺട്രോളബിൾ കനോണിക്കൽ ഫോം നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്, ഡയഗണൽ കനോണിക്കൽ ഫോം ആൻഡ് ജോർദാൻ കനോണിക്കൽ ഫോം. അപ്പോൾ അത് നമ്മൾ ഡയഗണൽ തന്നെ നോക്കിയാൽ മതി. ജോർദാൻ അതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഡയഗണൽ കനോണിക്കൽ ഫോമിൽ നോക്കുക. നേരത്തെ പോലെ തന്നെ സെയിം തേർഡ് ഓർഡർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഫേസ് വേരിയബിൾസ് ആയിട്ടല്ല നമ്മൾ അസൈൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഐഗൺ വാല്യൂസ്? Eigen values are the roots of the characteristic equation. അല്ലേ, characteristic equation എന്താ, ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് s³ + a2 s² + a1 + a0 = 0 എന്ന് പറയുന്നതാണ് characteristic equation. അതിനെ നമുക്ക് സോൾവ് ചെയ്യും. തേർഡ് ഓർഡർ ആയതുകൊണ്ട് സോൾവ് ചെയ്യുമ്പം 3 വാല്യൂസ് നമുക്ക് കിട്ടും. ദാറ്റ് 3 വാല്യൂസ് റൂട്ട്സ് ഓഫ് ദ characteristic equation are called the eigen values. ഓക്കെ, ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂസ് ആയിട്ട് -λ1 -λ2 -λ3 എന്ന് എടുക്കാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ, അതായത് ഇതിൻ്റെ 3 ഫാക്ടേഴ്സ് ആണെങ്കിൽ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് s+λ1 s+λ2 s+λ3 എന്ന് എഴുതിക്കൂടെ. ഓക്കെ, കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഫാക്ടറൈസിങ്. 3 ഫാക്ടർ ഡിനോമിനേറ്ററിൽ കിട്ടിയില്ലേ, ആ 3 ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്തു. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ k1 k2 k3 ആർ ദ റെസിഡ്യൂസ്. അപ്പോൾ നമുക്ക് ഈ റെസിഡ്യൂസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, ദെൻ അപ്പോൾ y ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, ഈ r ഓഫ് എസിനെ എടുത്തിട്ട് ഓരോ ടേമും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. k1 / s+λ1 r ഓഫ് എസ് a2 + s+, ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ടേമില്ലേ r ഓഫ് എസ് / s+λ1നെ നമ്മൾ x1 ഓഫ് എസ് എടുക്കാം. r ഓഫ് എസ് / s+λ2നെ x2 ഓഫ് എസ് ആയിട്ട് എടുക്കാം. r ഓഫ് എസ് / s+λ3നെ x3 ഓഫ് എസ്. അപ്പോൾ നമ്മൾ y-നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. y = k1 × x1 + k2 x2 + k3 x3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ x1 x2 x3 എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ വെച്ചിട്ട് നമുക്ക് ഇനി സ്റ്റേറ്റ് മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, എന്താ x1 എന്ന് പറഞ്ഞാൽ എന്താ, r/s+λ1. ഓക്കെ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x1 × s+λ1 = r ആയി. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണ്. ഈ ഇക്വേഷന് എസ് ഡൊമൈൻ ഇക്വേഷൻ നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുന്നു. ലാപ്ലേസ് ഇൻവേഴ്സ് എസ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്, അപ്പോൾ ഒരു ഡെറിവേറ്റീവ് അല്ലേ ഉള്ളൂ. x1 ഡോട്ട് + x1λ1 = r of t എന്ന് കിട്ടി. ഇതിന് x1 ഡോട്ട് -λ1 x1 + r of t. ഇതായി എന്ത്, ഫസ്റ്റ് സ്റ്റേറ്റ് ഇക്വേഷൻ. നോക്കിയേ, x dot = ax + bu. x dot ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ദ ഇൻപുട്ട് വേരിയബിൾ. ദിസ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈയിങ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഈ ഒരു ഫോം കിട്ടി.
നോക്കുക. ഫസ്റ്റ് നമ്മൾ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇതേപോലെ ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേതിനെ തന്നെ നമ്മൾ ടൈം ഡൊമൈനിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനൊരു ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ. നോക്കിയേ, x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, x1 ഇൻറ്റു മൈനസ് ലാംഡ 1, x1 ഇൻറ്റു മൈനസ് ലാംഡ 1 പ്ലസ് ആർ, രണ്ടും കൂടെ കൂടിയാൽ എന്തായി, x1 ഡോട്ട്. x1 ഡോട്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി, x1 ആയി. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷനായി. ഇതൊന്ന്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, x2 ഓഫ് എസും x3 ഓഫ് എസും എടുത്തെഴുതാം. അതിൻ്റെ ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, x2 ഡോട്ട് കിട്ടും, x3 ഡോട്ട് കിട്ടും. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം. അതുപോലെ ഔട്ട്പുട്ട് ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. y ഓഫ് എസ് ഈക്വൽ ടു k1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ഓഫ് ടി ഈസ് ഈക്വൽ ടു k1 x1 പ്ലസ് k2 x2 പ്ലസ് എന്നിങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് എ സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് ഔട്ട്പുട്ട് ഇക്വേഷൻ കമ്പൈൻസ് ടു ഗീവ് ദ സ്റ്റേറ്റ് മോഡൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ മെട്രിക്സ് സിസ്റ്റം മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഓൺലി ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ പ്രസന്റ്. ആ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെ എന്താ, ദേ ആർ ദ ഐഗൺ വാല്യൂസ്. Okay, and the B matrix, all the elements are unity, and C matrix are the residues corresponding to different eigenvalues. Clear അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു എലമെൻറ്റിൻ്റെ മാത്രം ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം y എന്ന് പറയുന്നത് k1 x1 പ്ലസ് k2 x2 പ്ലസ് k3 x3. അപ്പോൾ ഇവിടെ x1 കിട്ടി, അതിനെ k1 കൊണ്ട് ഇൻറ്റു ചെയ്തു, x2 കിട്ടി, k2 കൊണ്ട് ഇൻറ്റു ചെയ്തു, x3 കിട്ടി, k3 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇത് മൂന്നും കൂടെ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, y ഓഫ് ടി. ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഡെറിവേഷൻ കാണിക്കണം, ഈ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ, സ്റ്റേറ്റ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ കാണിക്കണം. എന്നിട്ട് ഈ ഓരോ മെട്രിക്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് എഴുതണം. ഇതിന് പ്രത്യേകമായിട്ടൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇങ്ങനെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമാണ് പ്രസൻറ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ എടുക്കുമ്പം ആ വേരിയബിളിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. മറ്റ് വേരിയബിൾ ആയിട്ട് ഇതിന് നോക്കിയേ, നിങ്ങൾ x1 ഡോട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടിയത്, x1 ഡോട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് x1 ഓൺലി, x2 ഡോട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് x2 ഓൺലി, x3 ഡോട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x3 ഓൺലി. അതായത് ഒരു വേരിയബിൾ വേറെ വേരിയബിൾസ് ആയിട്ട് ഡിപ്പെൻഡഡ് അല്ല, ഇറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഈ മോഡൽ അനലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് ഈ മെത്തേഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഒരു ഫോമും കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് ജോർദാൻ കാനോണിക്കൽ ഫോം. ആ ജോർദാൻ കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ്. ഇവിടെ നമുക്കിപ്പോൾ 3 റൂട്ട്സ് എസ് പ്ലസ് ലാംഡ 1 എസ് പ്ലസ് ലാംഡ 2 ലാംഡ 3 ലാംഡ 1 ലാംഡ 2 ലാംഡ 3 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ 3 എന്ന് പറയുന്ന 3 ഐഗൺ വാല്യൂസ് കിട്ടിയില്ലേ. ഈ 3 ഐഗൺ വാല്യൂസ് ആർ ഇൻഡിപെൻഡൻറ്റ്, ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇനി അങ്ങനെയല്ല, സപ്പോസ് നമുക്ക് ഈ 2 ഐഗൺ വാല്യൂസ് സെയിം ആണ്, ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഐഗൺ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ജോർദാൻ കാനോണിക്കൽ ഫോം. അപ്പോൾ ജസ്റ്റ് അതെന്താണെന്നും കൂടെ പറയാം. ഇതിലത്തെ ഞാൻ പ്രോബ്ലംസും അഡ്വാൻറ്റേജസും ഒക്കെ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ജോർദാൻ കാനോണിക്കൽ ഫോം നോക്കാം. ജോർദാൻ കാനോണിക്കൽ ഫോമിൽ നോക്കിയേ, ഇവിടെ ഒരു ഫംഗ്ഷന്, ഈ ഒരു ഫംഗ്ഷൻ നോക്കിയേ, ഈ ഫംഗ്ഷനിൽ തേർഡ് ഓർഡർ അല്ലേ ഡിനോമിനേറ്റർ, തേർഡ് ഓർഡർ ആണ്. പക്ഷേ ആ തേർഡ് ഓർഡർ കാരണം ഇവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി ടേം തേർഡ് ഓർഡറാണ്. പക്ഷേ 2 ടേം എസ് പ്ലസ് ലാംഡ 1 ഇൻറ്റു എസ് പ്ലസ് ലാംഡ 1 ഇൻറ്റു എസ് പ്ലസ് ലാംഡ 2, അതായത് ലാംഡ 1 എന്ന് പറയുന്ന റൂട്ട്സ് അല്ലെങ്കിൽ മൈനസ് ലാംഡ 1 എന്ന് പറയുന്ന ഒരു റൂട്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാം, ഫസ്റ്റ് റെസിഡ്യൂ എസ് പ്ലസ് ലാംഡ 1 സ്ക്വയർ, ദെൻ സെക്കൻഡ് റെസിഡ്യൂ എസ് പ്ലസ് ലാംഡ 1, ദെൻ തേർഡ് എസ് പ്ലസ് ലാംഡ 2. ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും, y ഓഫ് എസ് നേരത്തെ പോലെ തന്നെ പ്രൊസീജിയർ, പക്ഷേ അവസാനം ആൻസറിലേക്ക് എത്തും, നമ്മളൊരു മോഡലിലേക്ക് എത്തുമ്പോൾ മാത്രം, പ്രൊസീജിയറിലൊന്നും പ്രശ്നമില്ല, ആ മോഡലിലേക്ക് എത്തുമ്പോഴും ഈ ഒരു സ്റ്റെപ്പ് എഴുതുമ്പോഴും മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എസ് പ്ലസ് ലാംഡ 1 എസ് പ്ലസ് ലാംഡ 1 എന്നുള്ള 2 ടേം എഴുതരുത്, ഒരു ടേം എന്ത് എഴുതണം, എസ് പ്ലസ് ലാംഡ 1 സ്ക്വയർ എന്ന് എഴുതണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസ് സെയിം ആണ്. അപ്പോൾ y ഓഫ് എസിനെ നമുക്ക് k11, അതായത് k11, ദെൻ ആർ ഓഫ് എസിന് ഇങ്ങോട്ട് എടുത്തു, ആർ ഓഫ് എസ് ബൈ എസ് പ്ലസ് ലാംഡ 1 സ്ക്വയർ, അതുപോലെ ബാക്കിയുള്ള ടേംസ് എഴുതി. ഇനി ഇതിവിടെ k11 ഇൻറ്റു ഈ കംപ്ലീറ്റ് ടേമിനെ നമ്മൾ x1 ഓഫ് എസ് എടുത്തു, ദെൻ x2 ഓഫ് എസ് x3 ഓഫ് എസ് എടുത്തു. ഇനി ഫസ്റ്റ് x1 ഓഫ് എസ് എന്ന് എടുത്തു, x1 ഓഫ് എസ് എന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ അടുത്തത് x2 ഓഫ് എസ് എടുത്തു. x1 ഓഫ് എസും x2 ഓഫ് എസ് എടുക്കുമ്പോൾ നമുക്കറിയാം x2 ഓഫ് എസ് എന്ന് പറയുന്നത് ആർ ഓഫ് എസ് ബൈ എസ് പ്ലസ് ലാംഡ 1 ആണ്. ഇതെന്താണ്, x1 ആർ ഓഫ് എസ് ബൈ എസ് പ്ലസ് ലാംഡ 1 സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, ഇവിടെ ഈ x2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ x1 ഓഫ് എസ് ഈക്വൽ ടു എന്താ വരിക, x2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ലാംഡ 1 എന്നല്ലേ വരിക. ഓക്കെ അല്ലേ? കാരണം x1 എഴുതുക,
x2 എഴുതുക. x2ൽ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് ലാംഡ വണ്ണും കൂടെ ആഡ് ചെയ്താൽ അതെന്തായി? x1 ആയി. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x2 ബൈ എസ് പ്ലസ് ലാംഡ വൺ എന്ന് എഴുതുക. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നോക്കിയേ, ഇതുപോലെ നമുക്ക് റീഅറേഞ്ച് ചെയ്തൂടെ? ആർ ഓഫ് എസ് എടുത്തു, 1 ബൈ എസ് പ്ലസ് ലാംഡ വണ്ണും x2 കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനോട് 1 ബൈ എസ് പ്ലസ് ലാംഡ വൺ ചെയ്താൽ x1 ഓഫ് എസ് കിട്ടി. ഇതൊക്കെ ക്ലിയർ അല്ലേ? K1 ഓക്കെ. അപ്പോൾ നേരത്തെ തന്നിരിക്കുന്നതിന് നമ്മൾ ബ്ലോക്ക് ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. x1 x2 ഓഫ് എസ് ബൈ എസ് പ്ലസ് ലാംഡ വൺ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x1 ഡോട്ട് ഇൻവേഴ്സ് എടുത്തു, ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്തു. x1 ഡോട്ട് പ്ലസ് ലാംഡ വൺ x1 ഈസ് ഈക്വൽ ടു x2. ഇതിൽ നിന്ന് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു കിട്ടി. കണ്ടോ? ഇവിടെ നേരത്തെ നമുക്ക് x1 ഡോട്ട് എന്താ വന്നത്? മൈനസ് ലാംഡ വൺ x1 പ്ലസ് R1 ആയിരുന്നു ഡയഗണൽ ഫോമിൽ. പക്ഷേ ഇവിടെ റൂട്ട്സ് റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് x1 ഡോട്ടിൻ്റെ കൂടെ മൈനസ് ലാംഡ വൺ x1 പ്ലസ് R1 എന്നുള്ളതിന് പകരം എന്താണ്? പ്ലസ് x2. അതായത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ വേരിയബിൾ മാത്രം ഡിപ്പെൻഡഡ് അല്ല, ഇത് x2നെ കൂടെ ഡിപ്പെൻഡഡ് ആണ്. അത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് x2 ആൻഡ് x3 ചെയ്യുമ്പോൾ നേരത്തെ അതേ പ്രൊസീജിയർ. x2 എന്താ? ആർ ഓഫ് എസ് ബൈ എസ് പ്ലസ് ലാംഡ വൺ ഒരു ടേമേ ഉണ്ടാവുള്ളൂ. x3 എന്ന് പറയുമ്പോൾ ഇതേപോലെ എഴുതി അതും ഒരു ടേം ഉള്ളൂ. മറ്റത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ മോഡലാക്കി എഴുതുമ്പോൾ കണ്ടോ, ഡയഗണൽ കനോണിക്കൽ ഫോമിൽ ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഒരു 1 കൂടെ ആഡായി. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി 3 റൂട്ട്സും റിപ്പീറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ലാംഡ വൺ ഇവിടെ എന്ത് വരും? മൈനസ് ലാംഡ വൺ വരും. ഇതിൻ്റെ തൊട്ട് മുകളിലും കൂടെ എന്ത് വരും? 1 എന്ന് വരും. ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫസ്റ്റ് റോയിലൊരു 1, അതായത് ഈ ഒരു ബ്ലോക്ക് 2 എലമെൻ്റ് ആയതുകൊണ്ട് ഒരു 2x2 മെട്രിക്സ് ബ്ലോക്ക് ഫോം ചെയ്തു. ദിസ് ഇസ് കോൾഡ് ദ ജോർദാൻ ബ്ലോക്ക്. അപ്പോൾ 3 റൂട്ട്സാണ് ഈക്വൽ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3x3 മെട്രിക്സ് ഫോം ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ദ ജോർദാൻ ബ്ലോക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോം നോക്കുക. മാത്രമല്ല ഇവിടെ 2 എണ്ണം അല്ലേ റിപ്പീറ്റഡ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ ബി മെട്രിക്സ് നോക്കുക. ഈ ബി മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 3 എണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ബി മെട്രിക്സിൻ്റെ ഫസ്റ്റും സെക്കൻഡും എന്തായിരിക്കും? 0 ആയിരിക്കും. റെസ്റ്റ് 1 ആയിരിക്കും. ഓക്കെ. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷനും കാണിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓരോ മെട്രിക്സിൻ്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെയും ഒരു മോഡൽ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഈ മോഡൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ അത് മനസ്സിലാവാത്ത കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്? സ്റ്റേറ്റ് മോഡൽ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റേറ്റ് മോഡൽ ഡിറൈവ് ചെയ്യാൻ 4 മെത്തേഡ്സ്: കൺട്രോളബിൾ കനോണിക്കൽ ഫോം, ഒബ്സർവബിൾ കനോണിക്കൽ ഫോം, ജോർദാൻ കനോണിക്കൽ ഫോം ആൻഡ് ഡയഗണൽ കനോണിക്കൽ ഫോം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ കൺട്രോളബിൾ കനോണിക്കൽ എന്നൊന്നും ചോദിക്കില്ല, CCF OCF എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കാം. ഈ കനോണിക്കൽ ഫോമിന് തന്നെ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഡയഗണൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതേപോലെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു മോഡൽ ഡിറൈവ് ചെയ്യാൻ, അതേപോലെ പ്രോബ്ലം തന്നിട്ടാണെങ്കിൽ മോഡൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. അതിൽ ട്രാൻസിഷൻ മെട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. phi of t എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, phi of t is equal to e raised to at is equal to L inverse of si മൈനസ് a ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ശരിക്കും കാണാതെ പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാൻ വേണം. എപ്പോഴും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു നേരത്തെ സൂം എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമുക്ക് 3rd മോഡ്യൂൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, അടുത്തത് ചെയ്യാം, അടുത്ത മോഡ്യൂൾ.